ചെറിയ പുളിരസമുള്ള മല്ലിയില നമ്മൾ മിക്ക വിഭവങ്ങളിലും ഉപയോഗിക്കാറുണ്ടല്ലേ. അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്ക് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ മല്ലിയില വളരെയധികം നല്ലതാണ്. എന്നാൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, അതായത് CKD പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിൽ മല്ലിയില യാതൊരു മാജിക്കും കാണിക്കില്ല. മാത്രവുമല്ല, ഇത്തരക്കാർ മല്ലിയില കഴിക്കുമ്പോൾ പ്രത്യേകം ജാഗ്രത പാലിക്കുകയും വേണം. നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകളായ A, B, C, K, ഇരുമ്പ് തുടങ്ങി മൈക്രോന്യൂട്രിയന്റുകളാൽ സമൃദ്ധമാണ് മല്ലിയില. മല്ലിയിലയിലെ ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങൾക്ക് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശങ്ങളെ തടയാനും ശരീരത്തിലെ ഇൻഫ്ലമേഷനെതിരെ ചെറുത്തു നിൽക്കാനുമുള്ള കഴിവുണ്ട്. ഇവയുടെ ഡൈയൂററ്റിക് ഗുണങ്ങളാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കാനും മൂത്രത്തിലൂടെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും ഇത് വൃക്കകളെ സഹായിക്കും. ഈ കാരണം കൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് മല്ലിയില ഗുണം ചെയ്യും. കാരണം പ്രാരംഭഘട്ടത്തിൽ കിഡ്നി സ്റ്റോൺ പുറന്തള്ളാനുള്ള ഏറ്റവും നല്ല മാർഗം മരുന്നുകളോടൊപ്പം ഡൈയൂററ്റിക് ഭക്ഷണങ്ങളും കഴിക്കുക എന്നതാണ്. ഇനി മല്ലിയില ഉപയോഗിക്കുന്ന കാര്യത്തിലും ചില ശ്രദ്ധ വേണം. ആരോഗ്യമുള്ള ഒരാൾക്ക് പ്രതിദിനം 100 മുതൽ 200 ഗ്രാം വരെ മല്ലിയില കഴിക്കാം. ഇവ വേവിക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായി ഇവ ചേർക്കാം. വേവിക്കുകയോ താളിക്കുകയോ എണ്ണയിൽ വറുക്കുകയോ ചെയ്യുമ്പോൾ ഇവയിലെ വിറ്റാമിൻ A നഷ്ടപ്പെടും. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പച്ചക്കറികളിൽ അമിതമായി അടങ്ങിയ പൊട്ടാസ്യത്തിന്റെ അളവ് 50% വരെ കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം രക്തക്കുറവുള്ളവർ, വൃക്കകൾക്ക് അനുകൂലമായ ഭക്ഷണം പാലിക്കേണ്ടവർ എന്നിവർ നിർബന്ധമായും ഈ വൃത്തിയാക്കൽ പിന്തുടരുകയും വേണം. ഇനി ഹൈപ്പർ ടെൻഷനോ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവരോട് ഭക്ഷണത്തിലെ ഉപ്പ് നിയന്ത്രിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഇത് ഭക്ഷണത്തിന്റെ രുചി കുറയ്ക്കാൻ ഇടയാക്കുമെന്നാണ് പലരും പറയുന്നത്. ശരിയുമാണ്. ഇത്തരം ഭക്ഷണങ്ങളിൽ അല്പം മല്ലിയില ചേർക്കുകയാണെങ്കിൽ ഉപ്പിന്റെ കുറവ് പരിഹരിക്കുകയും രുചി കൂട്ടുകയും ചെയ്യാനാകും. ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും മല്ലിയില കഴിക്കാൻ പാടില്ലാത്ത ചിലരുമുണ്ട്. ക്രിയാറ്റിൻ, പൊട്ടാസ്യം എന്നിവയുടെ ലെവലുകൾ കൂടുതലുള്ളവർക്ക് മല്ലിയില അത്രത്തോളം അനുകൂലമല്ല. ഇത്തരക്കാർ ഇവ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.